നമസ്കാരം. മലയാള സിനിമയുടെ ലോകത്ത് പെട്ടെന്നുണ്ടായ തീ പാറുന്ന വാർത്തയാണ് മഞ്ഞുമൽ ബോയ്സ് സിനിമയ്ക്കെതിരായ സാമ്പത്തിക തട്ടിപ്പ് കേസ്. സിനിമാ പ്രേമികളുടെ മനസ്സിലേക്ക് പേടി വിതറിയ ഈ കേസിൽ പുതിയ മുറിവുകളാണ് ഇഡിയുടെ നടപടി കൊണ്ട് ജനങ്ങളിലേക്ക് എത്തിയത്. നടൻ സൗബിൻ ഷാഹിറിനെയും ഈ കേസിൽ ഇഡി ചോദ്യം ചെയ്തതോടെ പ്രേക്ഷകരുടെ ശ്രദ്ധ ആകർഷിക്കുകയായിരുന്നു. കൊച്ചിയിലെ ഇഡി ഓഫീസിൽ വെച്ചാണ് സൗബിനെ ചോദ്യം ചെയ്തത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഇഡിയുടെ സംഘം സൗബിനെ ചോദ്യം ചെയ്യാൻ എത്തിയത്. മഞ്ഞുമൽ ബോയ്സ് സിനിമയിലെ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് ഇഡി ഈ ചോദ്യം ചെയ്യൽ നടത്തിയത്. സൗബിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് ഇഡി ഉറപ്പ് നൽകുകയായിരുന്നു. മഞ്ഞുമൽ ബോയ്സ് സിനിമയുടെ നിർമ്മാതാക്കളുടെ സാമ്പത്തിക ഇടപാടുകളിലെ അസ്വാഭാവികതകൾ കണ്ടെത്തി ജൂൺ 11-നാണ് ഇഡി അന്വേഷണം ആരംഭിച്ചത്. കള്ളപ്പണ ഇടപാടുകളാണ് കേസ് ഉൾക്കൊള്ളുന്നത്. നിർമ്മാതാക്കൾക്കെതിരെ ഇതിനു മുൻപേ തന്നെ പോലീസ് കേസെടുത്തിരുന്നു. സിനിമയ്ക്ക് 7 കോടി രൂപ മുടക്കിയ വ്യക്തിക്ക് 250 കോടി ലാഭമുണ്ടായിട്ടും മുടക്കുമുതൽ പോലും ലഭിച്ചില്ല എന്നാണ് പരാതി. സിറാജ് വലിയത്തറ എന്ന വ്യക്തിയാണ് ഈ സാമ്പത്തിക തട്ടിപ്പ് സംബന്ധിച്ച പരാതിയുമായി മുന്നോട്ട് വന്നത്. മഞ്ഞുമൽ ബോയ്സ് സിനിമയുടെ നിർമ്മാണത്തിനായി താൻ 7 കോടി രൂപ നൽകിയതായും അതിൽ 5 കോടി 95 ലക്ഷം രൂപ ബാങ്ക് വഴിയാണ് കൈമാറിയതെന്നും സിറാജ് പറഞ്ഞു. മറുവശത്ത് പാർവ ഫിലിംസിന്റെ പാർട്ട്ണറായ ഷോൺ ആന്റണിയുടെ ബാങ്ക് അക്കൗണ്ടുകളും കോടതി മരവിപ്പിച്ചു. നിർമ്മാതാക്കൾ നടത്തിയത് ഒരു ആസൂത്രണം ചെയ്ത തട്ടിപ്പാണെന്ന് പോലീസിന്റെ കണ്ടെത്തൽപ്പെട്ടിട്ടുണ്ട്. ഷൂട്ടിംഗ് തുടങ്ങിയതിന് മുൻപേ ആദ്യ സ്കെഡ്യൂൾ പൂർത്തിയായി എന്ന് പരാതിക്കാരനെ വിശ്വസിപ്പിച്ചുവെന്നും പോലീസിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നു. സിനിമയ്ക്ക് 18.65 കോടി രൂപ മാത്രമാണ് ചെലവായത് എങ്കിലും 22 കോടി എന്ന് കള്ളം പറഞ്ഞുവെന്നും പരാതിക്കാരന്റെ പണം തിരികെ നൽകിയില്ലെന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു. നിർമ്മാതാവ് ഷോൺ ആന്റണിയെയും ഇഡി നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. സംഭവത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനായി ഷോൺ ആന്റണിയുടെ ബാങ്ക് അക്കൗണ്ടുകളും പരിശോധിക്കപ്പെട്ടിട്ടുണ്ട്. ഇഡിയുടെ തുടർ നടപടികളോടുകൂടി കൂടുതൽ തെളിവുകൾ കണ്ടെത്താനാണ് ശ്രമം. മലയാള സിനിമയിലെ താരങ്ങളും നിർമ്മാതാക്കളും ഈ സംഭവത്തെ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. സിനിമയുടെ സാമ്പത്തിക ഇടപാടുകളിലെ തട്ടിപ്പുകൾ സിനിമാ മേഖലയെ കാര്യമായ പ്രാധാന്യത്തോടെ ബാധിക്കുമെന്ന് എല്ലാവരും ധാരണയിലായിരിക്കുന്നു. സൗബിൻ ഷാഹിറിനെ ഇനിയും ചോദ്യം ചെയ്യാൻ ഇഡി നീക്കം നടത്തുമെന്നാണ് സൂചന. കൂടുതൽ തെളിവുകൾ ലഭിക്കുന്നതോടെ കേസിന്റെ വേഗതയും വളരാനാണ് സാധ്യത. മഞ്ഞുമൽ ബോയ്സ് സിനിമയുടെ സാമ്പത്തിക തട്ടിപ്പ് കേസിലെ ഈ പുതിയ വഴിത്തിരിവുകൾ മലയാള സിനിമ പ്രേമികളുടെയെല്ലാം കാതോർമ്മയിലാണ്. പ്രേക്ഷകർക്കും സിനിമാ പ്രവർത്തകർക്കും താല്പര്യമുള്ള ഈ കേസിന്റെ അവസാനം ഏറെ ആവേശകരമായിരിക്കുമെന്നാണ് വിശ്വാസം. മറ്റൊരു പുതിയ തലമുറ സിനിമയ്ക്ക് പാഠമാകുന്ന ഈ കേസിന്റെ നിരീക്ഷണത്തിൽ ഇന്ത്യൻ ചലച്ചിത്ര ലോകം ഉറ്റുനോക്കുകയാണ്. മലയാള സിനിമയുടെ മണ്ണിൽ നിന്നും ഉണ്ടായ ഈ തട്ടിപ്പ് കേസിന്റെ അന്വേഷണവും ഉത്തരവും ഈ മേഖലയിലെ ഭാവിയെ എത്രത്തോളം സ്വാധീനിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം.